അങ്ങനെ മലയാളികൾ കാത്തിരുന്ന മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി L2 എമ്പുരാൻ എന്ന സിനിമ എത്തിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഹൈപ്പ് അല്ലെങ്കിൽ ബുക്ക് മൈ ഷോ അടക്കം അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്കിങ്ങിൽ ഭയങ്കര അധികം ഒരു റഷ് ആയിട്ടുള്ള ഒരു മലയാള സിനിമ വേറെ ഉണ്ടാവില്ല. അത്രയ്ക്കും ഹൈപ്പിൽ വന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് എത്രത്തോളം ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ എമ്പുരാൻ എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് ഫ്ലിക്കായിട്ടേ തോന്നിയുള്ളൂ. കാരണം ഓപ്പണായി പറയുകയാണെങ്കിൽ സിനിമ പോരായിരുന്നു. ഭയങ്കര ബിഗ് ക്യാൻവാസിലും ഭയങ്കര പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും എടുത്തിട്ടുള്ള ഈ സിനിമ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട്, ലൂസിഫർ എന്ന സിനിമയുടെ തന്നെ എന്താ പറയുക, ആ സിനിമയുടെ ഒരു കുറച്ചുപോലും നമുക്ക് ഒരു ഫീൽ കിട്ടാത്തൊരു സിനിമയാണ് എമ്പുരാൻ. ഹൈ മൊമെന്റ്സ് വളരെ കുറവായിരുന്നു. അതിന് മെയിൻ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ലാക്ക് ഓഫ് ഭയങ്കര ഒരു നല്ലൊരു റൈറ്റിങ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റിങ് ഈ സിനിമയിൽ മിസ്സിങ് ആണെന്ന് തോന്നുന്നു. മുരളി ഗോപി ലൂസിഫർ എഴുതിയ പുള്ളി തന്നെയാണ് ഇത് എഴുതിയെന്ന് ആലോചിക്കുമ്പോഴാണ്. കാരണം ഒന്നും എഴുതിയിട്ടില്ല. അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് നമ്മൾ ആ സിനിമ കഴിഞ്ഞ ഇവിടെ നിന്ന് ഒരു 5 വർഷത്തെ കഴിഞ്ഞിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി ജതിനെ ഏൽപ്പിച്ചുകൊണ്ട് തൻ്റെ നാട് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് ഖുറൈഷി എബ്രഹാം എന്ന പേരിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയാനുള്ളത് ആരാണ് സ്റ്റീഫൻ, ആരാണ് ഖുറൈഷി. അതിൻ്റെ ഫ്ലാഷ് ബാക്ക് സീൻസ് ഒക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മുടെ സയ്യിദ് മസൂദിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയും പിന്നീട് നടക്കുന്ന കാര്യം അറ്റ് പ്രസന്റ് നമ്മുടെ നാട്ടിൽ ചെദിൻ ദേവപുത്രൻ കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലാവുകയും പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ നിറയെ ക്യാരക്ടേഴ്സ് ലൂസിഫറിലായാലും ഉണ്ട്. അവിടെ നല്ല രീതിയിൽ എഴുതിയപ്പോൾ ഇവിടെ ഭയങ്കര വീക്കായിരുന്നു. ജതിൻ്റെ ക്യാരക്ടർ ഇപ്പോൾ ഗോവർദ്ധനാണെങ്കിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എന്തിനും ലാലേട്ടനെ പോലും എനിക്ക് അങ്ങനെ പേഴ്സണലി ഒരു ഹൈ മൊമെന്റ് എന്ന് പറയാൻ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു ഫോറസ്റ്റിലെ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് ഗംഭീരമായിരുന്നു, അത് വെർത്തായിരുന്നു, കിട്ടില്ല സാധനം. പക്ഷെ പിന്നീട് എവിടെയും എനിക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഈ ഫസ്റ്റ് പാർട്ടിൽ കയ്യടി നേടിയ കുറേ സീനിനെ വേറൊരു തരത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ റെഫറൻസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിലൊക്കെ കാണാം. പക്ഷെ ഒരു സുഖം തോന്നിയില്ല. ടോട്ടലി എനിക്ക് അത്ര പോരായിരുന്നു ഈ സിനിമ. ഭയങ്കര പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. ഖുറൈഷി എബ്രഹാം ഭയങ്കര ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഹാഫിൽ കുറേ അധികം സീനുകളുണ്ട്, കുറേ കാശ് കളഞ്ഞിട്ടുണ്ട്. ബിഗ് ക്യാൻവാസ് ഓട്ടോമാറ്റിക്കലി അതൊരു നല്ല കാര്യമാണ്. മലയാള സിനിമയ്ക്ക് ഇത്രയ്ക്കൊരു പ്രൊഡക്ഷനിൽ ഒരു സിനിമ വരാൻ പറ്റും, അതിനെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരു സിനിമയാണ്. അതിലെന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു സ്ക്രീൻ പ്ലേയോ സ്റ്റോറി സ്ട്രക്ചറോ ഈ സിനിമയ്ക്കില്ല. ഇനി ഫൈനൽ എൻഡ് ക്രെഡിറ്റിൽ വരുന്ന തേർഡ് പാർട്ട് ഇനി വരും എന്ന് പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ വില്ലൻ എന്ന് പറയും, ആരാണെന്ന് എന്താണെന്ന് അറിയണം സ്റ്റീഫൻ നെടുമ്പള്ളി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ വീണ്ടും പറ്റിക്കാൻ പോവുകയാണ്. അടുത്ത പാർട്ടിലാണ് സ്റ്റീഫൻ്റെ ശരിക്കത്തെ കഥ ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ പോവുകയാണെന്ന് പറയും. ഇതിൽ കാണിക്കുന്നതാണല്ലോ നമ്മൾ വിചാരിച്ചത്. സോ ഭയങ്കര ഒരു നമ്മൾ ഫസ്റ്റ് പാർട്ടിലടക്കം വില്ലനെയൊക്കെ ഭയങ്കര നല്ല രീതിയിൽ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോബിയൊക്കെ കിട്ടില്ല വില്ലനായിരുന്നു വിവേക് ഒബ്രോയ്. ഇവിടെ അഭിമന്യു സിംഗിന് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ആ ഫസ്റ്റ് പുള്ളിയെ കാണിക്കുന്ന കുറച്ച് സീനിൽ പുള്ളി ഭയങ്കര ബ്രൂട്ടലായിട്ടൊക്കെ നമുക്ക് തോന്നും. പിന്നീട് പക്ഷെ വലിയ സുഖമൊന്നും തോന്നിയില്ല. അപ്പം ജതിൻ തൻ്റെ പാർട്ടിയെ ഉപേക്ഷിച്ച് വേറൊരു പാർട്ടിയുമായി യോജിച്ച് ഒരു പാർട്ടി തുടങ്ങുകയാണ്. അങ്ങനെയാണ് തിരിച്ച് നമ്മുടെ ആള് കേരളത്തിലെത്തുന്നത്. അപ്പം അതിൻ്റെ ഒരു സീൻ ഞാൻ പറയട്ടെ, ഇതിൽ കുറേ ഒരു ആവശ്യമില്ലാത്ത ചില സീക്വൻസ് അല്ലെങ്കിൽ ഒരു ഷോട്ടുകൾ ഭയങ്കര ലെങ്തായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അഭിമന്യു സിംഗ് ജിതിൻ രാംദാസിന്റെ സ്റ്റേജിലേക്ക് കയറുന്ന ഒരു സീന്. അത് കുറച്ചൊരു 2 മിനിറ്റ് പുള്ളി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ സ്ലോ മോഷനിൽ എടുത്തിട്ടുണ്ട്. അത് ആവശ്യമില്ലായിരുന്നു ശരിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ ബൊളിവർ എന്നുള്ള ക്യാരക്ടർ ചെയ്തല്ലോ, ഏജന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ആ ഹെലികോപ്റ്റർ ഒന്നതിന് ശേഷം ആ മിഷൻ അവരെ അയച്ചതിന് ശേഷം പുള്ളി ജസ്റ്റ് ഇങ്ങനെ നടന്നു വരുന്ന ഒരു ഷോട്ട് വെച്ചിട്ടുണ്ട്. അതെന്തിനായിരുന്നു? അതും ആവശ്യമില്ലായിരുന്നു. അങ്ങനെ കുറേ സീനുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറേ പ്രൊഡക്ഷൻ ബിഗ് ക്യാൻവാസിൽ ഒരുക്കിയ പടമാണെന്ന് പറഞ്ഞാൽ കുറേ പൈസ അങ്ങനെ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്. പിന്നെ ക്ലൈമാക്സിലാണെങ്കിൽ പൃഥ്വിരാജും മോഹൻലാലിൻ്റെ കോമ്പിനേഷനിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു ഫൈറ്റ് സീക്വൻസിന് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര സീറോ ആയിരുന്നു. കാരണം തിയേറ്ററിലാണെങ്കിൽ ഭയങ്കര റെസ്പോൺസ് വളരെ കുറവായിരുന്നു. കാരണം അത്തരത്തിലൊരു സീൻ അവിടെ വരുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഹെവി ആയിട്ടൊരു ബിൽഡപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് അവസാനം ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നാണ് കിട്ടില്ല ഇത്. പക്ഷെ ആദ്യം മുതൽക്കേ വലിയൊരു നിർവികാരത മൊത്തത്തിലുണ്ടായിരുന്നു സിനിമയ്ക്ക്. അതിൻ്റെ അത് കഴിഞ്ഞതും ഈ ക്ലൈമാക്സ് എത്തിയപ്പോൾ തന്നെ ആളുകൾക്ക് അതൊരു വലിയ സംഭവമായിട്ട് തോന്നാത്തൊരവസ്ഥയായി ശരിക്കും.
പിന്നെ ലാലേട്ടൻ ഇൻട്രോ കൊള്ളായിരുന്നു. ഇൻട്രോ നല്ല കിടിലൻ സാധനമായിരുന്നു. പുള്ളി നല്ല രീതിയിൽ പുള്ളിയുടെ സ്വാഗ് മോറയൊക്കെ നന്നായിട്ട് ഷോട്ട് ചെയ്ത് വെച്ചിട്ട്, പക്ഷെ പിന്നെ ആളുകൾക്ക് വീണ്ടും മടുപ്പായി. കാരണം ഫസ്റ്റ് ഒരു ഷോട്ട് വെച്ച് പുള്ളി നടന്നു വരുന്നൊരു സീനുണ്ട്, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നീട് തുടരെ ഇങ്ങനത്തെ സീനുകൾ റിപ്പീറ്റ് ആയി വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു കാര്യമില്ലാതെ പുള്ളിനെ ഇങ്ങനെ നടത്തിയിട്ട് വേറെ ആംഗിളിൽ വെച്ചിട്ട് നല്ല പുള്ളിക്ക് അതൊക്കെ അറിയുന്നുണ്ട്. നല്ല ലാലേട്ടനെ നല്ല ഒരു ആംഗിളിൽ ഷോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോട്ട് എന്ന് പറയുന്നത് പുള്ളിയുടെ മുഖം കാണിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതൊരു കിടിലൻ സാധനമായിരുന്നു. അപ്പം എനിക്ക് ഈ ട്രെയിലറിലോ ഫോട്ടോഷൂട്ടിലൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ല കിടിലൻ ഷോട്ട് ഉണ്ട്, പക്ഷെ അതൊന്നും തിയേറ്ററിൽ വിലപ്പോയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ മഞ്ജു വാര്യറിൻ്റെ ക്യാരക്ടർ എനിക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പൃഥ്വിരാജ് പറ്റിയ ഒരു ഭയങ്കര അബദ്ധമുണ്ട്. കാരണം ലൂസിഫറിൽ സ്റ്റീഫൻ ഭയങ്കര ആളാണെന്നുള്ളൊരു ബിൽഡപ്പ് നമുക്ക് നമ്മുടെ അകത്തുണ്ട്. അതിനെ പക്ഷെ കാണിക്കുമ്പോൾ നമുക്കൊന്നും തോന്നാത്ത ഒരു അവസ്ഥയാണ് എമ്പുരാനിൽ വന്നപ്പോൾ. ഇപ്പോൾ മഞ്ജു വാര്യറിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട്. പുള്ളി സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ അതിൽ അവിടെ ആർട്ടിസ്റ്റുകൾ, സിനിമയിലെ നടന്മാരും അവരിൻ്റെ എക്സ്പ്രഷൻസ് ആണ്, ഗൂസ് ബംബ് വന്ന പോലത്തെ എക്സ്പ്രഷൻസ് അവരിടുന്നുണ്ട്. പക്ഷെ നമുക്കത് കിട്ടുന്നില്ല. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അരോചകമായിരുന്നു. കാരണം ആ ഒരു സീന് പുള്ളി വിചാരിച്ചിട്ട് ആ സീന് നമുക്കൊരു ഗൂസ് ബംസ് കിട്ടിക്കും, ഭയങ്കര ഹൈ മൊമെന്റ് ആണെന്ന് പുള്ളി ഫീൽ ചെയ്യുന്നുണ്ടാകാം ആ സീനിൽ. പക്ഷെ അത് ആ സിനിമയിലെ തന്നെ കഥാപാത്രങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ മാത്രം കാണിക്കുക. പ്രത്യേകിച്ച് നന്ദു, പുള്ളി മഞ്ജു വാര്യർ പറയുമ്പോൾ കിടന്ന് അങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് മരിക്കുക എന്നൊക്കെ പറയുന്ന പോലെയാണ്. പക്ഷെ നമുക്ക് ഒന്നും തോന്നുന്നില്ല. ആ ക്യാരക്ടർ വന്നിട്ട് പറഞ്ഞാൽ ആ ശരി, ഒരു ഭയങ്കര നിർവികാരതയായിരുന്നു, ഭയങ്കര വലിയ രീതിയിൽ പൂവർലി റിട്ടൺ ക്യാരക്ടേഴ്സാണ്. ഒരു സുഖം തോന്നിയില്ല സിനിമ മൊത്തത്തിൽ. ഭയങ്കര ഒരു ലാഗൊക്കെ ഫീൽ ചെയ്ത് ബോറടിച്ചു സിനിമ മൊത്തത്തിൽ. ഞാൻ പറഞ്ഞ പോലെ ആ ഫോറസ്റ്റ് സീക്വൻസ് ഒരു നല്ല ഹൈ മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ഇൻട്രോ സീന് നന്നായിരുന്നു. ആ ടൈറ്റിൽ സോങ് എമ്പുരാനെ എന്നുള്ള സോങ് വന്നപ്പോൾ ഒരു ഗൂസ് ബംസ് ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ അത്തരം സീനുകൾ വളരെ വളരെ കുറവായിരുന്നു. ഞാൻ പറഞ്ഞ ലൂസിഫറിൻ്റെ കുറേയധികം നല്ല സീനുകളെ വേറൊരു ആംഗിളിൽ വെച്ച് ഷൂട്ട് ചെയ്ത് എടുത്ത പോലെ കുറേ സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് സിനിമയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ചുമ്മാ നിങ്ങൾ ലാലേട്ടൻ ഫാനൊക്കെ ആണെങ്കിൽ പോയിട്ട് കാണാം. പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും, നല്ല നല്ല ആംഗിൾ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത്ര തന്നെ. ബാക്കിയൊന്നും അങ്ങനെ വലിയൊരു ഇമ്പാക്റ്റ് ഇല്ല. ഇനി തേർഡ് പാർട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്നും എനിക്കറിയില്ല. എങ്ങനെ എടുക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടിൻ്റെ ആവശ്യമില്ല. ബൈ.